എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാണ്ട് ഞാൻ ചട്ടിയിൽ വളർത്തിയേക്കണ ബ്രഹ്മി. അപ്പൊ ബ്രഹ്മി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാം, ബുദ്ധിശക്തി വർദ്ധിക്കാനും ഓർമ്മശക്തി വർദ്ധിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ബ്രഹ്മി. പണ്ട് കാലം മുതലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണ ഒന്നാണ് ബ്രഹ്മി. നമ്മ കുട്ടികൾക്കൊക്കെ, ചെറിയ കുട്ടികൾക്കൊക്കെ, പ്രസവിച്ചെടുക്കണ കുഞ്ഞു കുട്ടികൾക്ക് വരെ ബ്രഹ്മിയുടെ നീരും തേനൊക്കെ ചേർത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടിയാണ് ഈ ബ്രഹ്മി. അപ്പൊ ബ്രഹ്മി വളർത്തൽ എല്ലാവരുടെ ധാരണ കുളം വേണം, അല്ലെങ്കിൽ തോടിന്റെ സൈഡുകളിൽ, പണ്ട് ഈ തോടിന്റെ സൈഡുകളിലും കുളത്തിന്റെ സൈഡുകളിലൊക്കെയാണ് ബ്രഹ്മി ആളുകൾ വളർത്തിയിരുന്നത്. പക്ഷെ നമുക്കിപ്പോ ഈസി ആയിട്ട് ചട്ടിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ബ്രഹ്മി വളർത്താം. അപ്പൊ ബ്രഹ്മി വളർത്തണമെങ്കിൽ എപ്പോഴും ഒരു ഈർപ്പം വേണം നമ്മ വളർത്തണ ചട്ടികളിലായാല്. അപ്പൊ ആ ചട്ടികളിൽ നമ്മ ഇതേപോലെ കുറച്ച് വെള്ളം എപ്പോഴും, അപ്പൊ അടിയിൽ ഹോളില്ലാത്ത ചട്ടി വേണം നമ്മ ബ്രഹ്മി നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് എപ്പോഴും ഇതില് ഈ നനവ് നിർത്തിയാൽ മതി. വെള്ളം കെട്ടി നിർത്തണം എന്നൊന്നുമില്ല. എപ്പോഴും ഒരു നനവ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ബ്രഹ്മി വളർത്തിയെടുക്കാം. അപ്പൊ കണ്ടില്ല, ഇതൊക്കെ ഇപ്പൊ നമുക്ക് കട്ട് ചെയ്യാനായ ബ്രഹ്മിയാണ്. അപ്പൊ ബ്രഹ്മി നമ്മ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഇലയും തണ്ടും കൂടെ തന്നെ കട്ട് ചെയ്തിട്ടാണ് നമ്മ ഉപയോഗിക്കണത്. അപ്പൊ നമുക്ക് ഇപ്പൊ അധികം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉണക്കി പൊടിച്ച് പൗഡറൊക്കെ ആയിട്ട് വെക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ നീരെടുത്ത് തേനിലൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് കഴിക്കണതാണ് ഈ ബ്രഹ്മി എന്ന് പറഞ്ഞാല്. അപ്പൊ നമുക്ക് രണ്ട് ചട്ടി, ഇപ്പൊ രണ്ട് ചട്ടിയിൽ ഇപ്പൊ നമ്മ എങ്ങനെ നടണ്ടേന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ രണ്ട് ചെടിച്ചട്ടി എടുക്കുക, ഹോളില്ലാത്തതും. എന്നിട്ട് അതിലേക്ക് നമ്മ മണ്ണും ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് വെള്ളം കുറച്ച് നിർത്തണ രൂപത്തിൽ, എന്നിട്ട് നമ്മ ഇതേപോലത്തെ ചെറിയ ചെറിയ പീസ് ആണ് നമ്മ നടാൻ ഉപയോഗിക്കുന്നത്. കണ്ട, ഇതേപോലെ നമുക്ക് കൊച്ചു കൊച്ചു പീസ് നമുക്ക് നട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വളർന്നിട്ട് ഈ ചട്ടി നിറയും ബ്രഹ്മി. അപ്പൊ നമ്മ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മ കട്ട് ചെയ്ത് എടുത്തോളണം. കട്ട് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വീണ്ടും വീണ്ടും ചിലപ്പോൾ ഒന്ന് വളർന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പൊ നമ്മ രണ്ട് ചട്ടിയിലത്തൊക്കെ കഴിയാറാകുമ്പോൾ നമുക്ക് പുതിയ ചട്ടിയിലോട്ട് മാറ്റി പിടിപ്പിക്കാം. അപ്പൊ എപ്പോഴും നമ്മുടെ വീട്ടിൽ ബ്രഹ്മി ഉണ്ടാവും. നമുക്കപ്പൊ ഇത് ബ്രഹ്മി നമുക്ക് ഇപ്പൊ കടയിൽ നിന്ന് നമ്മ ബ്രഹ്മിയുടെ പൗഡറും ബ്രഹ്മിയുടെ ഒക്കെ ലേഹ്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. അതൊക്കെ നമുക്ക് എങ്ങനെയെന്ന് പറയാൻ പറ്റൂലല്ലോ. നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ മാത്രമേ നമുക്കിത് ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലത്. നമ്മ ഇതേപോലെ ഫ്രഷ് ആയിട്ട് ബ്രഹ്മി വളർത്തിയാൽ മാത്രം പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ബ്രഹ്മിയൊക്കെ ഇങ്ങനെ ചെടിച്ചട്ടിയിലൊക്കെ കൃഷി ചെയ്യണത് നല്ലതാണ്. അപ്പൊ നമുക്ക് ബ്രഹ്മി എങ്ങനെയാണ് നടണ്ടേന്ന് നോക്കാം. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് ബ്രഹ്മിയുടെ തൈ മേടിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇനിയിപ്പോ വേറെ എവിടെന്നെങ്കിലും ഒക്കെ ബ്രഹ്മിയൊക്കെ തൈ കിട്ടുകയാണെങ്കിൽ അതെങ്ങനെയാണ് നടണ്ടേന്നാണ്. അപ്പൊ നമ്മ കണ്ട ഇതേപോലത്തെ ചട്ടി മേടിക്കാൻ കിട്ടും. ഈ ആമ്പലൊക്കെ വളർത്താനായിട്ട് ഈ ഹോളില്ലാത്ത ചട്ടി കിട്ടും നമുക്ക്. അപ്പൊ ഹോളില്ലാത്ത ചട്ടിയാണ് ഒന്നും നല്ലത്. ഹോൾ ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് നടണോണ്ട് കുഴപ്പമൊന്നുമില്ല. എപ്പോഴും ഈർപ്പം നിന്നാ മതി, ഉണക്ക് വരരുത്, അത്ര മാത്രമേ ഉള്ളൂ കേട്ടാ. അപ്പൊ അങ്ങനത്തെ ഈ ചട്ടിയാണ് എടുത്തേക്കണത്. ഇനി നമ്മ ഇതിലേക്ക് ഇതില് മണ്ണും ചാണകപ്പൊടി പിന്നെ കുമ്മായും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കണത് നമ്മുടെ പൊട്ടി മിക്സ് ആണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് ഒരു 3/4 ഭാഗം നമുക്ക് നിറക്കണം കേട്ടോ. 3/4 ഭാഗം നിറച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെയാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ വളം നമ്മ ചാണകപ്പൊടിയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. എന്താന്ന് വെച്ചാല് പിന്നെ നമ്മ വളങ്ങളൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കൂലല്ല ബ്രഹ്മിക്കൊക്കെ. അപ്പൊ നമ്മ പരമാവധി അടിയിൽ നമുക്ക് കിട്ടിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കണം, എന്നാലേ നന്നായിട്ട് വളരുള്ളൂ. ഇത്രയും മണ്ണിട്ടാ മതി. നമുക്ക് ഇനി പടുത്തട്ടിയിൽ നിറച്ച് ഇതേപോലെ തന്നെ അവിടെ ഇതേപോലെ തന്നെ ഒരു 3/4 ചട്ടി മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചാണകത്തിന്റെ നമുക്ക് സ്ലെറിയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഗോമൂത്രം നേർപ്പിച്ചത് അതേപോലെയൊക്കെ നമുക്ക് ഈ ബ്രഹ്മിക്ക് ഒഴിച്ചു കൊടുക്കാം. ജൈവവളം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നമ്മ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ഇങ്ങനെയല്ല, കരിച്ചിലൊക്കെ വരും. നമുക്ക് സ്യൂഡോമോണസ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വന്നു കഴിഞ്ഞാലട്ടാ.
അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണതായിട്ട് വരൂല. നമുക്ക് കണ്ട ഇതേപോലെ മണ്ണ് നിറക്ക രണ്ട് ചട്ടിയിലാണ്, 2 ചട്ടിയിൽ ഇതേപോലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബ്രഹ്മി അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് കട്ടിങ്സ് ഒക്കെ ഇതേപോലെ ആയിരിക്കുള്ളൂ നമുക്ക് ബ്രഹ്മി കിട്ടണത്. കണ്ട ഇതേപോലെയൊക്കെ ആയിരിക്കുള്ളൂ കിട്ടണത്. അപ്പൊ നമ്മത് ഇതേപോലെ ചെറിയ പീസാക്ക. എന്നിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്ക. വള്ളി പോലെ ആയിരിക്കുള്ളൂ ബ്രഹ്മി പടർന്ന് കിടക്കണോടത്തുനിന്നായാലും കിട്ടണത്. കൊച്ചു പീസ് മതിയായിട്ടാ നമുക്ക് നടാനായിട്ട്, വലിയ പീസൊന്നും വേണ്ട. നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഒരു ചെറിയ പീസുകൾ എടുക്കുന്നിട്ട് നമുക്ക് 2 എണ്ണത്തിൽ നടാനുള്ളത് നമുക്ക് വേണമല്ലോ. ഇത് പിടിച്ചു വന്നോളൂ. ഇതിൽ ഇലയില്ലെങ്കിൽ കൂടി ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് തന്നെ പിടിച്ചു വന്നോളൂ. നമുക്ക് ഏത് സമയത്തും ബ്രഹ്മി, സാധാരണ ഇത് മഴക്കാലങ്ങളിലൊക്കെയാണ് ഈ തോടരികിലും ഒക്കെ ഉണ്ടാവണത്. നമ്മുടെ വീട്ടിൽ ഇതേപോലെ വളർത്തുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും ബ്രഹ്മി വളർത്തി. അപ്പൊ ആൾക്കാർക്കൊരു സംശയമാണ്, ബ്രഹ്മി നമ്മളൊക്കെ വളർത്തിയാൽ ഉണ്ടാകുമോ എന്നൊക്കെ, വെള്ളത്തിലൊക്കെ വളരണതല്ലേ എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ ബ്രഹ്മി വെച്ചുപിടിപ്പിക്കാം. അപ്പൊ ഇനി അങ്ങനെ നടണ്ടേ നോക്കാം നമുക്ക്. അപ്പൊ നമ്മ ഇതേപോലെ നട്ടുകൊടുക്കാം. ഇതിങ്ങനെ 1 2 തൈ വെച്ചാലും നിറഞ്ഞ് ചട്ടി നിറഞ്ഞ് ബ്രഹ്മി ഉണ്ടാവും കേട്ടാ. ഇതേപോലെ നമുക്ക് നട്ടുകൊടുത്തിട്ട് നമുക്ക് നനച്ച് കഴിഞ്ഞാല് എപ്പോഴും ഒരു ഈർപ്പം ഉണ്ടാവണമെന്നല്ലാണ്ട്, ഈർപ്പുണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഉണക്ക് ബാധിക്കും. വയമ്പ് ബ്രഹ്മിക്കൊക്കെ എപ്പോഴും ഒരു നനവ് നല്ലതാണ്. ചെടിച്ചട്ടിയിലൊക്കെ വളർത്താം, ഗ്രോ ബാഗിലും വളർത്താട്ട, ഈർപ്പുണ്ടായാൽ മതി എന്നുള്ളൂ. അപ്പൊ ഇതേപോലെ നട്ടുകൊടുക്കാം. നമുക്ക് ഈ ചട്ടിയിലും നടാം. ഇതേപോലെ നമുക്ക് നട്ടുകൊടുത്തതിനെ ചെടിച്ചട്ടിയിൽ നമുക്ക് മറ്റുള്ള ചെടികൾ നടണതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബ്രഹ്മി നല്ല രീതിയിൽ വളർത്തി നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് കട്ട് ചെയ്താവണത് നമ്മ കട്ട് ചെയ്ത് എടുത്തോളണം. കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിലാണ് വീണ്ടും വീണ്ടും നന്നായിട്ട് വളരുള്ളൂ. ഇതേപോലെ നമുക്ക് നട്ടുകൊടുക്കാം. ഇതിപ്പോ നിങ്ങളെ ഞാൻ കാണിച്ച 2 ആഴ്ച കഴിയുമ്പോൾ ഇത് ചട്ടിയിൽ നിറഞ്ഞിട്ടുണ്ടാവും. ഇത് പിന്നെ നമുക്ക് ഇത് നനച്ചു കൊടുക്കാട്ടാ. ആദ്യം വെള്ളം ഒഴിക്കുമ്പോ നന്നായിട്ട് ഇതേപോലെ തന്നെ വേണ്ട, ഇതേപോലെ വെള്ളമൊഴിച്ച് നല്ല നനവ് എപ്പോഴും നിൽക്കണം. കണ്ട ഇതേപോലെ ഇട്ടാ മതി ബ്രഹ്മി ചട്ടികളിൽ. ബ്രഹ്മി മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ബുദ്ധിശക്തി വർദ്ധിക്കാനും ഓർമ്മശക്തി കൂട്ടാനൊക്കെ നല്ലതാണ്. കൂടാതെ ഹൃദയ സംബന്ധമായ രോഗങ്ങള്, മാനസികമായ രോഗങ്ങള്, ഉറക്കമില്ലായ്മ, അപസ്മാര രോഗങ്ങള് എന്നിവക്കൊക്കെ ബ്രഹ്മിയുടെ ഉപയോഗം നല്ലതാണ്. ഒരുപാട് ആന്റി ഓക്സിഡൻസ് ബ്രഹ്മിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ്. ബ്രഹ്മി ഉണക്കി പൗഡറായിട്ട് ഉപയോഗിക്കാട്ടോ. അപ്പൊ ഉണക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ തണലിലിട്ട് ഉണക്കണം. അല്ലെങ്കിൽ നമുക്ക് ബ്രഹ്മി പച്ചക്കും ഉപയോഗിക്കാം. ഈ പൗഡർ ഉപയോഗിച്ച് നമുക്ക് ചായ ഉണ്ടാക്കാം. അതേപോലെ ഇലകൾ നെയ്യിൽ വറുത്ത് കഴിക്കാം.
നമുക്ക് ചട്നി ഉണ്ടാക്കാം, പാലിൽ ചേർത്ത് കഴിക്കാം, പിന്നെ നമുക്ക് തേനിൽ ചേർത്ത് കഴിക്കാം, സലാഡ് ഉണ്ടാക്കി കഴിക്കാം. അപ്പൊ നമുക്ക് എല്ലാ ഇതിലും നമുക്ക് ചേർക്കാട്ട ബ്രഹ്മി. അപ്പൊ ബ്രഹ്മിയുടെ തണ്ട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങള് ഇലകളും മുഴുവനായി വെള്ളം തിളപ്പിച്ചിട്ട് പഞ്ചസാര ഒന്നും ചേർക്കരുത്, രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ചൂടാറിയ ശേഷം നമുക്ക് ഇത് തേൻ മിക്സ് ചെയ്തിട്ടും കഴിക്കാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ബ്രഹ്മി. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ബ്രഹ്മി. അപ്പൊ നമുക്ക് ഇതേപോലെ ചട്ടിയിലൊക്കെ വളരെ ഈസി ആയിട്ട് വളർത്താവുന്നതേ ഉള്ളൂ. നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ടെറസിൽ 2 ചട്ടി വെച്ചാലും ബ്രഹ്മി വളർത്തിയെടുക്കാം. അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.